Suppose this is our 80s ribosome. First, it dissociates into a 40S factor and a 60S part. Okay, this 80S subunit dissociates into two, a 40S subunit and a 60S subunit. Then in eukaryotic initiation factor 3 and eukaryotic initiation factor 1A bind with this 40S subunit and forms a complex. This binding of eukaryotic initiation factor 3, eukaryotic initiation factor 3, EIF3 and EIF1A, this prevent the reunion of the 60S subunit with 40S subunit to form the 80S ribosome. Okay, so this binding prevents the reunion. Now, a ternary complex. അതിൽ ഒരു മെഥിയോണൈൽ tRNA ബൗണ്ട് വിത്ത് യൂക്കാരിയോട്ടിക് ഇനീഷ്യേഷൻ ഫാക്ടർ 2 വിത്ത് GTP. ഇത് രണ്ടും ജോയിൻ ചെയ്തിട്ട് ഒരു ടേർണറി കോംപ്ലക്സ് ആവും. മെഥിയോണൈൽ tRNAയും എന്താ EIF2ഉം GTPയും. ഓക്കെ, ഈ ടേർണറി കോംപ്ലക്സ് ബൈൻഡ് വിത്ത് അവർ 40S newly formed 40S subunit to form 43S complex. 43S complex. This all bind to form 43S complex. So this is a pre-initiation complex. This EIF3 and Y1A stabilizes this complex. This is the 43S pre-initiation complex. Next is the formation of 48S pre-initiation complex. അതായത് ഈ 43S pre-initiation കോംപ്ലക്സിൽ mRNA ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 48S pre-initiation കോംപ്ലക്സ് ഫോം ചെയ്യും. ആ mRNA ബൈൻഡ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, അതായത് ഈ ബൈൻഡിങ്ങിന് വേണ്ടി നമ്മൾ mRNA ഒന്ന് പ്രിപ്പയർ ചെയ്യിപ്പിക്കാനുണ്ട്. ഓക്കെ, അതായത് ഈ ക്യാപ് ബൈൻഡിങ് പ്രോട്ടീൻ, ഒരു ക്യാപ് ബൈൻഡിങ് പ്രോട്ടീൻ EIF4F complex, that is EIF4G, 4A and 4E. This all forms this EIF4F complex. This complex first bind to the 7-methyl cap structure of mRNA. 7-methyl guanine cap structure of mRNA. This bind with the 7-methyl guanine cap structure of mRNA. അപ്പോൾ നമ്മുടെ mRNAയിൽ 5-methyl ക്യാപ്പിൽ EIF4F കോംപ്ലക്സ് ബൈൻഡ് ചെയ്യും. ഇത് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ EIF4Aയും EIF4Bയും കൂടെ ഇതിനകത്ത് തന്നെ ബൈൻഡ് ചെയ്യും. ദിസ് ബൈൻഡിങ് റിക്വയർ എക്സ്പെൻഡിച്ചർ ഓഫ് 1 ATP. ഓക്കെ, അപ്പോൾ ഇതിലെന്തൊക്കെയാവും? ഈ mRNAക്കകത്ത് EIF4F കോംപ്ലക്സ് ബൈൻഡ് ചെയ്തിട്ടുണ്ട്, 4Aയും 4Bയും ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ ഈ കോംപ്ലക്സ് മൊത്തമായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഈ പ്രീ ഇനീഷ്യേഷൻ 43S പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സുമായിട്ട് ഈ സാധനങ്ങൾ ബൈൻഡ് ചെയ്യും. റൈറ്റ്, അങ്ങനെ ഈ mRNA എന്താവും? ഈ mRNA നമ്മുടെ 43S പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇതുമായിട്ട് ബൈൻഡ് ചെയ്യും. ഇതിനകത്ത് നമ്മുടെ ഇനീഷ്യേഷൻ കോഡോൺ ഉണ്ട് അല്ലേ? എങ്ങനെ റെക്കഗ്നേഷൻ ഓഫ് ഇനീഷ്യേഷൻ കോഡോൺ എന്ന് പറയുന്നത് ദ റൈബോസോമൽ ഇനീഷ്യേഷൻ കോംപ്ലക്സ്. Ribosomal initiation complex scans this mRNA and 5-AUG is the initiation codon.
5-AUGN ഇനീഷ്യേഷൻ കോഡോൺ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് റെക്കഗ്നിഷൻ ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് സറൗണ്ടിങ് ഇറ്റ്. ഇതിൻ്റെ ചുറ്റിലുള്ള സ്പെസിഫിക് സീക്വൻസ് ഇതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഈ മാർക്കർ സീക്വൻസ് യൂക്കാരിയോട്സിലാണെങ്കിൽ കൊസാക്ക് കൺസെൻസസ് സീക്വൻസ് എന്ന് പറയും. പ്രോകാരിയോട്സിലാണെങ്കിൽ ദേ ആർ ഷൈൻ ഡെൽകാർനോ സീക്വൻസ്. ഓർക്കണം, കൊസാക്ക് കോൺസെൻസസ് സീക്വൻസ് ഇൻ യൂക്കാരിയോട്സ് ആൻഡ് ഷൈൻ ഡെൽകാർനോ സീക്വൻസ് ഇൻ പ്രോകാരിയോട്സ്. അപ്പോൾ ഇനി എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ 48S പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സും നമ്മൾ പണ്ട് ഇവിടുന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പോയ 60S സബ് യൂണിറ്റും റീയൂണൈറ്റ് ചെയ്തിട്ട് എന്താവും 80S ഇനീഷ്യേഷൻ കോംപ്ലക്സ്. ഇനിയിപ്പോൾ അതിലുണ്ടായിരുന്ന ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ് ബൗണ്ട് ടു 48S ഇനീഷ്യേഷൻ കോംപ്ലക്സ് ആർ റിലീസ്ഡ് ആൻഡ് റീസൈക്കിൾഡ്. ഇവിടെ ഉണ്ടായിരുന്ന പ്രീ ഇനീഷ്യേഷൻ സാധനങ്ങളെല്ലാം വീണ്ടും റീസൈക്കിൾ ചെയ്യും. ഓക്കെ, നമ്മുടെ പ്രീ ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ് 4Fഉം EIF3യും 1Aയും ABയും എല്ലാം ഇവിടുന്ന് റിലീസ് ചെയ്യും. നമ്മുടെ EIF2 GTP ആ സാധനത്തിനെ റീആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് നീഡ് ദ ഹെൽപ്പ് ഓഫ് ഇനീഷ്യേഷൻ ഫാക്ടർ 2B. ഇത് രണ്ടും ഈ 2B ഈ GTP കോംപ്ലക്സുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് പിന്നെ ഈ 2B റിലീസ് ചെയ്ത് എന്താ EIF2 GTP കോംപ്ലക്സ് പിന്നെ നമ്മുടെ മെത്തിയോണിൽ tRNA ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് റീസൈക്കിൾ ചെയ്ത് വരും. സോ ദിസ് ഈസ് അബൌട്ട് ദ ട്രാൻസ്ലേഷൻ ഇനീഷ്യേഷൻ. ഓക്കെ.